ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ടെറാക്കോട്ട ജ്വല്ലറി ഉണ്ടാക്കാൻ ആവശ്യമായിട്ടുള്ള ടൂൾസ് എന്തൊക്കെയാണെന്ന് നമുക്ക് കാണാം. ഇതാണ് എൻ്റെ ടൂൾ ബോക്സ്. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു ടൂൾ ബോക്സ് ആണ് കേട്ടോ ഇത്. ഇതിൽ 2 തട്ടായിട്ടുണ്ട്. ഒന്ന് നമുക്കിങ്ങനെ എടുക്കാം, പിന്നെ താഴെയും വെക്കാം. കുറേ സാധനങ്ങൾ അറേഞ്ച് ചെയ്ത് വെക്കാൻ പറ്റും. ആദ്യം തന്നെ നമുക്ക് എൻ്റെ ബ്രഷുകൾ കാണാം. ബ്രഷുകൾ ആക്ച്വലി 2-3 ബ്രഷാണ് എപ്പോഴും തന്നെ ഉപയോഗിക്കുന്ന ബ്രഷുകളേ ഉള്ളൂ. ബ്രഷുകൾ പല ടൈപ്പ് ഉണ്ട്. അതിൻ്റെ ഷേപ്പ് വെച്ചിട്ട് റൗണ്ട് ഷേപ്പ്, പോയിന്റഡ് റൗണ്ട് ഷേപ്പ്, ഫ്ലാറ്റ്, ഫാന്, ഡീറ്റെയിൽഡ് റൗണ്ട്. ജ്വല്ലറി പെയിൻറ് ചെയ്യാനായിട്ട് ഞാൻ എപ്പോഴും തന്നെ ഉപയോഗിക്കാറുള്ളത് റൗണ്ട്, പോയിന്റഡ് റൗണ്ട്, അതുപോലെ ഡീറ്റെയിൽഡ് റൗണ്ട് ഒക്കെയാണ്. ഫ്ലാറ്റ് ബ്രഷൊക്കെ ചിലപ്പോൾ മാത്രമാണ് ഉപയോഗിക്കാറുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ കയ്യിലുള്ള ബ്രഷുകൾ. ആമസോണിൽ നിന്ന് വാങ്ങിയതാണ്. നല്ല ബ്രഷാണ് കേട്ടോ. ആ റെഡ് ബ്രഷ് മാത്രം ഞാൻ വേറെ വാങ്ങിയതാണ് ഇവിടെ ഒരു സ്റ്റേഷനറി ഷോപ്പിൽ നിന്ന്. ഇത് കാർവിംഗ് ടൂൾസ് ആണ്. ടെറാക്കോട്ട ജ്വല്ലറി ചെയ്യാൻ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. പ്ലെയിന് ഷേപ്പ് കട്ടേഴ്സ് യൂസ് ചെയ്ത് ഷേപ്പ് കട്ട് ചെയ്തതിന് ശേഷം ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. ഇതിൻ്റെ 2 വശത്തും വേറെ വേറെ 2 ഡിസൈൻസ് ആണ്. അപ്പോൾ നമുക്ക് അത് വളരെ യൂസ്ഫുൾ ആണ്. ഒന്ന് വാങ്ങിയ 2 ഡിസൈൻ വെച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ വുഡൻ ആയതുകൊണ്ട് നമുക്കിങ്ങനെ പിടിച്ച് ചെയ്യാനും നല്ല എളുപ്പമാണ്. പിന്നെ സാധാരണ സിസേഴ്സ്, പിന്നെ കട്ടേഴ്സ്, പ്ലെയർ. ഇതും പ്ലെയറാണ് കേട്ടോ. റൗണ്ട് ഷേപ്പിലുള്ള പ്ലെയറാണ്. ഇതും പ്ലെയറാണ്. പിന്നെ ഇതും സിസറാണ്. സാധാരണ ആരും ടെറാക്കോട്ട ജ്വല്ലറി ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കുന്നില്ല. ഇതിന് പറയുന്നത് ഫയൽസ് എന്നാണ്. അപ്പോൾ നമ്മളായിട്ട് തന്നെ ടെറാക്കോട്ട ജ്വല്ലറി ചെയ്യാനായിട്ട് ഉപയോഗിച്ച് നോക്കി അത് നന്നായിട്ട് വന്ന ഒരു ടൂളാണ് കേട്ടോ ഇത്. സാധാരണ ആരെങ്കിലും ഉപയോഗിക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, ഞങ്ങൾ കണ്ടിട്ടില്ല. അപ്പോൾ എൻ്റെ ജ്വല്ലറിക്ക് തിക്നെസ് വരുമ്പോൾ അത് കുറയ്ക്കാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യണേന്ന് പറഞ്ഞപ്പോൾ എൻ്റെ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇങ്ങനെ ഫയൽസ് വെച്ചിട്ടൊന്ന് ചെയ്തു നോക്കുമെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ചെയ്തു നോക്കിയപ്പോൾ നന്നായിട്ടും നമുക്ക് അതിൻ്റെ തിക്നെസ് കുറയ്ക്കാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ സാൻഡ് പേപ്പറും ഉപയോഗിക്കുന്നുണ്ട് ഞാൻ ജ്വല്ലറിയുടെ തിക്നെസ് കുറയ്ക്കാനായിട്ട്. രണ്ടും നമ്മൾ എവിടെയും കണ്ട് ചെയ്തതല്ല, നമ്മൾ ജസ്റ്റ് പരീക്ഷിച്ച് നോക്കി ഇതിങ്ങനെ കുറയുമെന്ന്. അങ്ങനെ ചെയ്തപ്പോൾ നമുക്ക് സക്സസ് ആയിട്ട് കിട്ടിയ 2 ഇതാണ്. ഈ ഫയൽസ് ഉപയോഗിച്ചും സാൻഡ് പേപ്പർ ഉപയോഗിച്ചും കട്ടി കുറയ്ക്കുന്നത് ജ്വല്ലറിയുടെ.